ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 15-ലധികം സംസ്ഥാനങ്ങളിലായി 70ഓളം പ്രധാന പൊതുപരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. ഇത് ബാധിച്ചത് ഏകദേശം 1.5 കോടിയോളം പേരെയാണ്. ഈ വലിയ തകർച്ചയ്ക്ക് ശേഷമാണ് 2024 പാസാക്കിയ നിയമത്തിലെ വിടവുകൾ നികത്തിക്കൊണ്ട് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചതോടെ ഇനി അത് രാജ്യത്ത് എങ്ങനെ നടപ്പാക്കും എന്നാണ് അറിയേണ്ടത്. അതിനിടെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UGയിൽ അടിമുടി മാറ്റം വരുത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. JEE മാതൃകയിൽ നീറ്റ് UG 2 ഘട്ടങ്ങളിലായി നടത്താൻ അധികൃതർ ആലോചിക്കുന്നതായാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ NTA പരീക്ഷാ രീതികളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ഹർജികൾ പരിഗണിക്കവെയായിരുന്നു സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയിലെ പരീക്ഷാ സമ്പ്രദായത്തോടും റിക്രൂട്ട്മെന്റ് പ്രക്രിയയോടും ഉണ്ടായിരുന്ന വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇത് തിരിച്ചെടുക്കാനുള്ള ഒരു വലിയ കാൽവയ്പാണ് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ. യുവജനങ്ങളുടെ ഭാവി വെച്ച് കളിക്കുന്ന ഒരു തട്ടിപ്പ് സംഘത്തെയും വെറുതെ വിടില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് പുതിയ ഭേദഗതിയിലൂടെ സർക്കാർ നൽകുന്നത്. പണവും സ്വാധീനവും ഉപയോഗിച്ച് നിയമത്തിന്റെ വിടവുകളിലൂടെ രക്ഷപ്പെടുന്ന വൻകിട ഏജൻസികൾക്കും സംഘടിത റാക്കറ്റുകൾക്കും പുതിയ നിയമത്തിലെ കോടികളുടെ പിഴയും കഠിന തടവും വലിയ തിരിച്ചടിയാകും. വർഷങ്ങളോളം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾ തട്ടിപ്പ് സംഘങ്ങളുടെ പണക്കൊതിക്ക് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ച നാം കണ്ടതാണ്. ഇനിയത് ഉണ്ടാകാൻ പാടില്ല. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പൊതുവായ ക്രമക്കേടുകളിൽ ഉൾപ്പെടുന്നവർക്കുള്ള തടവ് ശിക്ഷ നിലവിലെ 3 മുതൽ 5 വർഷം എന്നതിൽ നിന്ന് 5 മുതൽ 10 വർഷം വരെയായി ഉയർത്തിയാണ് ഭേദഗതി. പരമാവധി പിഴത്തുക 10 ലക്ഷം രൂപയിൽ നിന്ന് 50 ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷകൾ നടത്തുന്നതിനോ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോ കരാറെടുക്കുന്ന സ്വകാര്യ ഏജൻസികൾ തട്ടിപ്പിൽ പങ്കാളികളായാൽ അവരിൽ നിന്നും ഈടാക്കുന്ന പിഴത്തുക 1 കോടിയിൽ നിന്ന് 25 കോടിയായാണ് ഉയർത്തിയത്. കമ്പനികളുടെ ഡയറക്ടർമാർ, സീനിയർ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് 3 മുതൽ 10 വർഷം വരെ തടവിനു പുറമെ 5 കോടി രൂപ വരെ പിഴയും ഒടുക്കേണ്ടി വരും. കേസുകൾ കാലതാമസമില്ലാതെ അന്വേഷിച്ചു തീർക്കാൻ കൃത്യമായ സമയപരിധി ബില്ല് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. പരീക്ഷാ തട്ടിപ്പുകൾ മാത്രം പ്രത്യേകമായി അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനുള്ള അധികാരവും ബില്ല് നൽകുന്നുണ്ട്. വിചാരണ വർഷങ്ങളോളം നീണ്ടുപോകൽ ഒഴിവാക്കാൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേകം ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയിൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതിന് ആവശ്യമായ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുകയും മിടുക്കരായ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുകയും വേണം. ഇനി നിയമങ്ങൾ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങാതെ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും നിരന്തരമായ ജാഗ്രത വേണം. കാരണം ഇത് വെറുമൊരു പരീക്ഷയല്ല, ഈ രാജ്യത്തിൻ്റെ മെറിറ്റിൻ്റെയും വിശ്വാസ്യതയുടെയും കൂടി പ്രശ്നമാണ്. കേരളത്തിലെ PSC ക്രമക്കേട് അടക്കം ചർച്ചയാകുന്ന സമയത്താണ് ബില്ല് എന്നതും ശ്രദ്ധേയമാണ്.